ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3.5 മാസം മാത്രം ശേഷിക്കെ ഇടത് വലതു മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. ആരെയൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കണം? ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ മത്സര രംഗത്തുണ്ടാവുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കോട്ടയത്താണ് ഉമ്മൻചാണ്ടിയെ നിർത്താൻ UDF ആലോചിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക. എന്നാൽ ആലപ്പുഴയിൽ ശക്തനായ KC വേണുഗോപാലിനെ നേരിടാൻ CPM തോമസ് ഐസക്കിനെ തന്നെ കളത്തിലിറക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേവലം 3.5 മാസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വമ്പന്മാരെ കളത്തിലിറക്കി പോര് കൊഴുപ്പിക്കാൻ ഇടത് വലത് മുന്നണികൾ നീക്കം ആരംഭിച്ചതായി സൂചന. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഇപ്പോഴത്തെ പ്രമുഖനും സിറ്റിംഗ് MPയുമായ KC വേണുഗോപാലിനെ എതിരിടാൻ ഇടതുമുന്നണി ആലപ്പുഴയിൽ ധനകാര്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ആലപ്പുഴയിലെ കരുത്തനുമായ തോമസ് ഐസക്കിനെ കളത്തിലിറക്കുമെന്ന അഭ്യൂഹമാണ് ശക്തമായിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായതോടെ അദ്ദേഹത്തിന്റെ കളരി ദേശീയ രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കോൺഗ്രസ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്ത് പകരം ഇടുക്കി മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുക്കാനാണ് നീക്കം. ഇടുക്കിയിൽ അങ്ങനെയെങ്കിൽ മറ്റൊരു വമ്പനായ PJ ജോസഫിനെ കളത്തിലിറക്കി മാണി ഇടത് ക്യാമ്പിനെ ഞെട്ടിക്കുമെന്നും കേൾക്കുന്നു. ഇടത് സ്വതന്ത്രൻ ജോയ്സ് ജോർജ് ആണ് ഇവിടെ സിറ്റിംഗ് MP. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂറും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷുമായിരിക്കും കോൺഗ്രസ് നിരയിൽ നിന്നും പോരിനിറങ്ങുന്നത്. എറണാകുളത്ത് KV തോമസ് വീണ്ടും മത്സരിക്കാനുള്ള കരിനീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ ചിലർ ചരട് വലി തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും ജനവിധി തേടാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു സിറ്റിംഗ് MP ആയ ET മുഹമ്മദ് ബഷീർ ഇത്തവണ പിന്മാറിയേക്കുമെന്നും അഭ്യൂഹമുണ്ട്. CPMൽ നിന്ന് A സമ്പത്ത്, PK ബിജു, MB രാജേഷ് എന്നിവർ വീണ്ടും മത്സരിച്ചേക്കും. ചാലക്കുടിയിൽ ഇന്നസെന്റിന് പകരം പെരുമ്പാവൂരിലെ മുൻ MLA സാജു പോൾ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവ് തുടങ്ങിയ പേരുകൾ പ്രചരിക്കുന്നുണ്ട്. കൊല്ലത്ത് RSPയിലെ NK പ്രേമചന്ദ്രനെ എതിരിടാൻ KN ബാലഗോപാലിനെ CPM കളത്തിലിറക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.